ഹലോ ഗായ്സ്, സത്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനാണെങ്കിൽ വേറൊരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തമിഴിൽ റിലീസായ PT സാർ, നമ്മൾ ഹിപ്പ് ഹോപ്പ് തമിഴ് അവതരിപ്പിച്ച PT സാറിൻ്റെ ഒരു മൂവി റിവ്യൂ ആണ്. നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ ഒരു ഫിലിം കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഇൻ്റർവെൽ ബ്ലോക്ക് കഴിയുമ്പോഴത്തേക്കും കഥ വേറൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യം അഭിനയിച്ചിരിക്കുന്നത് ഒരു ഫിസിക്കൽ ട്രെയിനറായിട്ടാണ്. അപ്പോൾ ഒരു ജോത്സ്യം പ്രവചിച്ചത് കൊണ്ട് തന്നെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ ദേവദർശിനി കർശനമായി വിലക്കുന്നുണ്ട്. സ്കൂളിൽ വെച്ച് തന്നെ അധ്യാപികയായ വനിത മിസ്സുമായിട്ട് PT സാർ പ്രണയത്തിൽ ഏർപ്പെടുകയും പിന്നെ അത് വിവാഹ നിശ്ചയത്തിൽ പോവുകയും ഇതിനിടയിലാണ് ആദിയുടെ അയൽവാസിയായ അനിക സുരേന്ദ്രന് അജ്ഞാതരിൽ പീഡിപ്പിക്കപ്പെടുന്നത്. പ്രശ്നത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിലും മുന്നോട്ട് പോകാൻ അവൻ അവളെ ഉപദേശിക്കുന്നു. എന്നാൽ വിവാഹ നിശ്ചയ ദിവസം അനിക ആത്മഹത്യ ചെയ്യുകയും അമ്മയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ആദ്യ കോളേജിൽ ചെയർമാൻ GPക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് സംഭവിക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു ത്രില്ലറായിട്ടുള്ള സംഭവിക്കുന്നത്. ഇതിലെ അനിക സുരേന്ദ്രന് അജ്ഞാതരാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവൾ തിരിച്ച് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന അവളുടെ ഫാമിലിയും സമൂഹവാസികൾ അവളെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിൻ്റെ ഡ്രസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരുന്നത് എന്ന് അവൾക്ക് ഒരുപാട് കുറ്റപ്പെട്ടുകളാണ് വരുന്നത്. ഇതിൻ്റെ ഒടുവിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അനിക സുരേന്ദ്രൻ ആത്മഹത്യ ചെയ്യപ്പെടുന്നത്. 5 വയസ്സുകാരി മുതൽ 60 വയസ്സുകാരി വരെ ലൈംഗിക ചൂഷണത്തിൽ ഏർപ്പെടുന്നതാണ് ഈ കഥയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയാൻ പറ്റുന്നത്. ആ ഓട്ടോക്കാരിൽ നിന്ന്, റേഷൻ കടക്കാരിൽ നിന്ന്, ഡെയിലി കാണുന്ന വ്യക്തികളിൽ നിന്ന് അങ്ങനെ അവർക്ക് ലൈംഗിക ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇതാണ് ഈ ഒരു കഥയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഈ കഥയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിന്നും മാനേജ്മെന്റ് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ നിന്നാണ് ചിത്രത്തിൻ്റെ ഒരു കഥ ഇന്റർവെൽ ബ്ലോക്ക് കഴിഞ്ഞ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇതിലൂടെ തന്നെ ഒരു വലിയൊരു മെസ്സേജാണ് പൊതുജനങ്ങൾക്ക്. സ്ത്രീകളെല്ലാം പ്രതിനിധീകരിച്ച് കൊണ്ട് നിൽക്കുന്നതാണ് ആദ്യം. ഇതിൽ നിന്നെല്ലാം പോരാടി അവരെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴായ ആദി ഇതിൽ അവതരിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഈ സിനിമ കാണുക. ഇത് നല്ലൊരു ഫിലിം തന്നെയാണ്. இப்படி ஒன்று நடந்ததால எல்லாரும் உன்னை வேற மாதிரி பார்ப்பாங்க. கொஞ்ச நாளைக்கு வெளியே போகாதன்னு அப்பா அம்மா சொன்னாங்க. நான் வெளியே வந்த உடனே பார்த்த முகம் நீங்க தானா. உங்க முகத்தை பார்த்த உடனே எனக்கு அவ்வளோ சந்தோஷம்.